കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദു അനിയുടെ ഫ്രണ്ട്സിനോട് ഒപ്പം ഇരിക്കുവാണ്. ഈ സമയത്ത് അനി പറയണേ, എനിക്ക് മനസ്സിലായി അനാമിയുടെ അച്ഛനും അമ്മയ്ക്കും നല്ല പണി തന്നെ നന്ദു നീ കൊടുത്തല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് വെച്ചപ്പോ നന്ദു പറഞ്ഞു, ഞാനോ? ഇല്ല, ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയാ. വേണ്ട വേണ്ട, വെറുതെ കള്ളത്തരൊന്നും പറയണ്ട, എനിക്കും മനസ്സിലായെന്ന് പറയണം. ഹെൽമെറ്റ് വെച്ച ഒരു പെൺകുട്ടി, രണ്ട് ആൺകുട്ടികളും അവരാരാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതിൽ ആ പെൺകുട്ടിയുടെ അടി നല്ല സ്ട്രോങ് ആയിരുന്നാ പറഞ്ഞെ. അങ്ങനെയാണെങ്കിൽ അത് നന്ദു അന്ന് ഊഹിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടെന്ന് പറയാം. നിങ്ങൾ കൊടുത്ത് ചെയ്തൊക്കെ എന്താണ് നല്ലൊരു കാര്യമായി പോയെന്ന് പറയാം. ഇത് കേട്ട അനിയുടെ കൂട്ടുകാരന്മാർ പറഞ്ഞു, അല്ല അത് പിന്നെ ഞങ്ങള് മനസ്സിലായി, എല്ലാം മനസ്സിലായി. നന്ദു പറഞ്ഞു, ഇനി ഇപ്പൊ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, ഉള്ളത് പറയാലോ, ഞങ്ങൾ തന്നെയാ ചെയ്തേന്ന് പറയാ. അനി പറഞ്ഞു, അതൊക്കെ എനിക്ക് അപ്പോഴേ മനസ്സിലായ കാര്യമല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നേന്ന് പറയാ. കൂട്ടുകാരന്മാര് പറഞ്ഞു, അത് പിന്നെ അനി അതിനകത്തൊരു കാര്യമുണ്ട്. നിന്റെ അവളുണ്ടല്ലോ ഭാര്യ, അവള് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പത്തേനും ഇതൊക്കെ നിസ്സാരമാന്ന് പറയാണ്. അല്ല എന്താ നന്ദു, എന്താ കാര്യം ചോദിക്കേ? ഒന്നുമില്ല, ഇവന്മാർക്ക് ചുമ്മാ ഭ്രാന്താന്ന് പറയണം. അതൊന്നുമല്ല, എന്തോ കാര്യമുണ്ട്. എന്ത് കാര്യമാണെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കിക്കോളാം. ഇപ്പൊ തൽക്കാലത്തേക്കാണെന്നോ എനിക്കറിയണ്ട. സന്തോഷമുള്ളൊരു കാര്യമല്ലേ വന്നിരിക്കുന്നേ. അവർക്ക് രണ്ടെണ്ണം കിട്ടണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കായിട്ട് കൊടുക്കാൻ പറ്റിയില്ല, നിനക്കെങ്കിലും അത് സാധിച്ചല്ലോ എന്ന് പറയാം. അപ്പൊ ഇന്ന് എന്റെ വക ഫുൾ ചെലവായിരിക്കും എന്ന് പറയാ. ചെലവോ? അതെ. നിന്റെ അമ്മായിമ്മനെ തല്ലിയതിന് ചെലവായിരിക്കും എന്ന് കൂട്ടുകാരന്മാര് പറയാ. എടാ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും ഒന്നിക്കോന്ന് ചോദിക്കുക. പെട്ടെന്ന് എനിക്ക് ഒന്ന് മനസ്സിലായി. അനി ചോദിച്ചു, എന്താടാ പറഞ്ഞേ? അല്ല നന്ദു നീ കൂടെ ഒന്നിക്കോന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷണം കഴിഞ്ഞിട്ട് അധികം വൈകാതെ രണ്ടുപേരും കൂടെ ഒന്നിക്കുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയാം. പെട്ടെന്ന് നന്ദു കൃത്രിമമായിട്ട് ദേഷ്യമൊക്കെ അഭിനയിക്കുകയാണ്. എടാ ഒന്നും മിണ്ടാരിയടാ അവിടെ നിന്നും പറഞ്ഞോണ്ട്. പിന്നീട് അനിയെ ഒന്ന് നോക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെ കണ്ണും പരസ്പരം ഒന്ന് കോർക്കുകയാണ്. കാരണം നന്ദുവിന്റെ മനസ്സിലുണ്ട് ജോലിസിനും പറഞ്ഞ കാര്യങ്ങളൊക്കെ. കുറച്ചാള് കഴിഞ്ഞാലും അനിയെ തനിക്ക് സ്വന്തമായിട്ട് കിട്ടുമെന്നുള്ള അപ്പൊ ആ ഒരു പ്രതീക്ഷ മനസ്സിലുണ്ട്. പക്ഷെ അത് പുറത്ത് അങ്ങനെ പ്രകടിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ. പിന്നീട് ജയന് ഓഫീസിലേക്ക് പോകാനായിട്ട് ഫയൽസ് ഒക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മുറിയിലേക്ക് ദേവേനി കയറി വരുന്നത്. ദേവേനി വന്നിട്ട് പറഞ്ഞു, അതെ എനിക്കിവിടെ സ്വസ്ഥതയോടെ സമാധാനത്തോടും കൂടി നടക്കണമെന്ന് പറയണേ. നിനക്കെന്താ ദേവേനി ഇപ്പൊ സ്വസ്ഥത സമാധാനം ഇല്ലാത്ത? നിന്റെ സ്വസ്ഥത കളയാൻ വേണ്ടി ആരാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. എനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറയും. സ്വാതന്ത്ര്യമില്ലേ? അതെ, നിനക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടെ. നിന്റെ സ്വാതന്ത്ര്യം ആരാ കളഞ്ഞെന്ന് ചോദിക്കാം. അത് പിന്നെ അവളുണ്ടല്ലോ, ആ നയന. നയന എന്ത് ചെയ്തു? അത് ഞാൻ അടുക്കളയിലൊക്കെ കയറി ജോലി ചെയ്യുന്ന സമയത്ത് അവൾ അടുക്കളയിലേക്ക് കയറി വരിക, എന്നിട്ട് എന്നോടൊപ്പം അതും ഇതൊക്കെ ചെയ്യാൻ കൂടുക. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ കാര്യങ്ങളൊക്കെ. ദേവേനയുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പം അജയനല്ല ജയൻ പറഞ്ഞു, നീ എന്താ ദേവേനി ഇങ്ങനെയൊക്കെ പറയണേ? അല്ല നീയല്ലേ അവളെ പോയി വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നേ, എന്നിട്ടിപ്പോ നീ എന്താ ഇങ്ങനെ വർത്താനം പറയണേ? വിളിച്ചോണ്ട് വന്നോ? അത് പിന്നെ ആദർശാണെങ്കിൽ ഫുഡ് പോലും നേരാവണ്ണം കഴിക്കുന്നില്ലായിരുന്നു അവളില്ലാത്തോണ്ട്. അതുകൊണ്ടാ. അവളോടുള്ള സ്നേഹം എനിക്കറിയാലോ. ഇനി എനിക്കത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയാം. അല്ല ഇനിയിപ്പോ എന്ത് ചെയ്യാനാ നിന്റെ പുറപ്പാട്? ഒരു കാര്യം ചെയ്യട്ടെ, ആദർശ് പോകുന്ന വഴിക്ക് അവളെയും കൊണ്ടുപോട്ടെ എന്ന് പറയാണ്. നീ എന്തൊക്കെയാ ദേവേനി പറയണെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞാൽ എന്താ ചേട്ടാ തെറ്റിരിക്കുന്നേ? കാരണം ആദർശ് ജ്വല്ലറിലേക്ക് പോണ സമയത്ത് അവളും ജ്വല്ലറിലേക്ക് പൊക്കോട്ടെ. ജ്വല്ലറിക്ക് പോയിട്ടോ? അല്ല അവൾക്ക് എന്തൊക്കെയോ കുത്തിക്കുറിക്കാൻ അറിയാന്നല്ലേ പറഞ്ഞേ. അവൾ അവിടെ പോയി ഡിസൈൻ വരയ്ക്കോ എന്തേലും ചെയ്തോട്ടെ. ഇവിടെ ഇരിക്കുന്നേക്കാളും ഭേദമല്ലേ, എനിക്കൊരു പ്രയോജനമില്ല. പിന്നെ അവിടെ പോയിരിക്കണം ആദർശനെ കണ്ടുകൊണ്ടിരിക്കാം, പിന്നെ എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടും എന്ന് പറയാം. നീ കാര്യമായിട്ടുള്ള കാര്യമാണോ ദേവേനി പറയണെന്ന് ജയൻ ചോദിക്കുക. അതിനെന്താ, ഞാൻ ശരിക്കോ പറഞ്ഞത്? അല്ല 2 ദിവസം കഴിയുമ്പോൾ നീ മാറ്റി പറയോ ഇനി പോവണ്ടാന്ന്? ഒരിക്കലും ഇല്ല, അവള് പോയിക്കോട്ടെ എന്ന് പറയാ. സമാധാനമായെന്ന് ജയൻ പറയാ. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോ. ഇത് ഇത്തിരി നേരത്തെ തോന്നണ്ട എന്ന് പറയണ. അത് ഞാനിത് അവരോട് പോയി പറയാൻ പോവാ. എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അല്ല എന്നോട്ടായിരിക്കും പോലും അവള് പോണ്ടേ? ഇന്നോട്ട് അവളോട് പോയി ജോയിൻ ചെയ്തോളാൻ പറ, ആദർശിന്റെ കൂടെ പോയിക്കോളാൻ പറ എന്ന് പറയണ. ജയൻ സന്തോഷത്തോടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ദേവേനയുടെ മനസ്സും കണ്ണും നിറഞ്ഞു. കാരണം ഇനി അവൾ ഈ വീട്ടിലിട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. തന്റെ മരുമോള് നല്ല ഡിസൈനറാണ്. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് താനാണ് ഇനി ഒരു കളവൊരുക്കേണ്ടത്. ഈ വീട്ടില് എതിർപ്പൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ അതൊന്നും താൻ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു ചിന്തയായിരുന്നു ദേവേനയുടെ മനസ്സിൽ. ഈ സമയം ആദർശ് നയനയോട് ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജയൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ജയൻ പറഞ്ഞു,
അതെ, രണ്ടുപേർക്കും ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണം. സന്തോഷ വാർത്തയോ? എന്താച്ചാ? അത് പിന്നെ നയനമോൾക്ക് ലോട്ടറി അടിച്ചെന്ന് പറയണം. ലോട്ടറി അടിച്ചോ? എനിക്കോ? അതെ. നയനമോൾ ഇനി മുതലേ കമ്പനിയുടെ മെയിൻ ഡിസൈനറാന്ന് പറയണേ. മെയിൻ ഡിസൈനറോ? അച്ഛൻ എന്തൊക്കെയാ പറയണേ? അതെ, നിന്റെ അമ്മ പറഞ്ഞാടാ മോനെ, ഇവളെയും കൂടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ജ്വല്ലറിയിലേക്ക് പോകുമ്പോൾ ഇവളെ കൊണ്ടുപോകാനാ? അതെ, ഇവളെയും കൂടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇവള് പോയി ഡിസൈൻ ചെയ്യട്ടെ എന്നുള്ള കാര്യം സത്യമാണോ അച്ഛ പറയണേന്ന് ചോദിക്കുകയാണ്. ഞാനെന്തിനാ കള്ളത്തരം പറയണേ? ഇപ്പൊ എന്നോട് പറഞ്ഞോളൂ, അതല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് പറയണം. അപ്പോഴേക്കും ദേവേനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുക. ദേവേനി വന്നിട്ട് പറഞ്ഞു, അതെ, മറ്റൊന്നും കൊണ്ടല്ല ഇവളെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞേ. അത്ര സമയം ഇവളുടെ തിരുമോന്ത കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടാ എന്ന് പറഞ്ഞ് ദേവേനി തകർപ്പൻ അഭിനയം കാണിച്ചു നോക്കുക. അത് കേട്ട ആദർശനും മുഖവും കൊണ്ട് മാറി. കാരണം ഞാൻ ഈ വീട്ടിൽ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇവളെ അതിലൂടെ എല്ലാം കയറിയിറങ്ങി നടക്കുക. എനിക്കിഷ്ടമില്ല അങ്ങനെ. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിൽ വന്ന് നോക്കിയിരിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഇവളെയും കൊണ്ട് പോവുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലത്. ഇത് കേട്ടപ്പോൾ ആദർശിച്ചു, ഇവളൊരു ശല്യമാണ് അമ്മയ്ക്കെന്ന് ചോദിക്കുക. ശല്യം എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവളുടെ ആവശ്യം കൂടി ഇല്ല. പിന്നെ ഇവളെന്തിനാ വെറുതെ വീട്ടിൽ ഇരിക്കണേ? ആ കമ്പനി പോയിരിക്കുവാണെങ്കിൽ ആ കമ്പനിക്കെങ്കിലും അതിന്റെ നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം നല്ല കാര്യം ചോദിക്കുക. അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വരുവാണ്. ജലജ ഈ പറയുന്നത് കേട്ടു. എന്താ ഏട്ടത്തി, ആർക്ക് നേട്ടം ഉണ്ടാകുന്ന കാര്യം പറഞ്ഞേ? അത് പിന്നെ ഉണ്ടല്ലോ, ഈ നയന എന്ന് പറയുന്നവളെ ആദർശിന്റെ കൂടെ കമ്പനിയിലേക്ക് പറഞ്ഞു വിടുവാന്ന് പറയാണ്. കമ്പനിയിലേക്ക് പറഞ്ഞു വിടാനോ? ഏട്ടത്തിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. മറ്റൊന്നുമല്ല ജലജെ, ഇവളെ ഈ വീട്ടിൽ നിന്നിട്ടാണ് എനിക്ക് സമാധാനക്കേടാ. ഇവളുടെ തിരുമോന്ത കാണണമല്ലോ എന്ന് ഓർത്തിട്ട്. അതിനേക്കാളും ഭേദം ഇവൾ അങ്ങോട്ടേക്ക് പോവാണെങ്കിലേ ആദർശനൊപ്പം ഇരുന്നോളും ചെയ്യും. എനിക്ക് ഇവളെ കാണുകയും വേണ്ട. അതൊക്കെ എനിക്കൊരു സമാധാനം. അല്ല എടുത്തി, ഇവളെ പറഞ്ഞിട്ട് ഈ അടുക്കള ജോലികളൊക്കെ അതൊക്കെ ഞാൻ ചെയ്തോളാം. അല്ലെങ്കിൽ ഇവളെ ഇനി മുതൽ അടുക്കള കയറ്റുന്നില്ല. ഇവളെ അടുക്കള കയറ്റിട്ടുണ്ടെങ്കിൽ എന്ത് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കും? ഒരു കാരണവശാലും കഴിക്കാൻ പറ്റില്ല. ഇവള് പോയിക്കോട്ടെ, അത്രയും സമാധാനം ഉണ്ടല്ലോ. ഇത് ആദർശന് വേണ്ട ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ. ഇനിയിപ്പം ഇവളെ ഈ വീട്ടിൽ പിടിച്ചിരുത്തിയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാതെ ഇരുത്തേണ്ട കാര്യമില്ല. ആ ജ്വല്ലറിയിലെങ്കിലും പോവാണെങ്കിൽ അതിലേതായ ഗുണമെങ്കിലും ഉണ്ടാവട്ടെ. ആ സമയം ജലജിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്തൊക്കെ ഏട്ടത്തി പറയണമെന്ന് ഓർത്തിട്ട്. ഏട്ടത്തിക്ക് എന്നാലും എന്താ ഇങ്ങനെ മനമാറ്റമൊക്കെ ഉണ്ടായത്? പിന്നീട് ആദർശ് നയനോട് പറഞ്ഞു, ബാ നയനെ, നമുക്ക് വേറെ റെഡിയാവെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ജലജ പിന്നീട് നേരെ ചെല്ലുന്ന അബിയുടെ മുറിയിലേക്കാ. ചെന്ന് കഴിയുമ്പോഴത്തേനും അബി നല്ല ഉറക്കമാണ് കിടന്നു. പോയി കാലെ പിടിച്ച് വലിക്കണം. പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ? കിടന്നുറങ്ങാലോന്നും പറഞ്ഞോണ്ട്. എന്താമേ, എന്താ കാര്യം ചോദിക്കാം. എടാ, നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ. കമ്പനിയിൽ മെയിൻ ഡിസൈനർ വരാനായിട്ട് പോവാ എന്ന് പറയണ. മെയിൻ ഡിസൈനറോ? അതെ, പുതിയ ഡിസൈനർ വരാൻ പോവാ. ആഹാ, അത് കൊള്ളാലോ. അല്ല, നമ്മളോട് ആരോടും പറയാതെ പെട്ടെന്ന് അതിന് അപ്പോയിന്റ്മെന്റ് ചെയ്തോന്ന് ചോദിക്കണം. അതൊക്കെ ചെയ്തു. നിനക്ക് എപ്പം നോക്കിയാലും ഉറക്കം മാത്രമല്ലേ ഉള്ളൂ. എന്തിനേലും നിന്നെ കൊണ്ട് കൊള്ളാടാന്ന് ചോദിക്കണം. അതെ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറയണ. ഈ സമയത്ത് ഇങ്ങനെ അഭി ആലോചിക്കുക, കൊള്ളാം, പുതിയ ഡിസൈനർ വന്നിട്ടുണ്ടെങ്കിൽ അവളെ കറക്കി എടുക്കുവാണെങ്കിൽ തനിക്ക് രക്ഷപ്പെടാം. പിന്നെ അവളുമായിട്ട് ഇഷ്ടത്തിലാണെങ്കിൽ അവളെ കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കാം. കമ്പനിയിലെ മെയിൻ ഡിസൈനറൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പം ആ വഴിക്ക് ഒന്ന് നീങ്ങ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. എന്താടാ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല, എനിക്കറിയാം നീ ആലോചിച്ച് കൂട്ടുന്ന എന്താന്ന്. അല്ലമ്മേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മെയിൻ ഡിസൈനർ ആരാന്ന് ചോദിക്കുക. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ മൂർത്തി ജ്വല്ലറിയുടെ മരുമകള് നയന തന്നെയാന്ന് പറയണേ. നയനയോ? അല്ല പിന്നെ മറ്റാരാ വരുന്നേ? ദൈവമേ, അവളോ? അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും. അതേടാ, നീ ഇനിയിപ്പോ ഇവിടെ ഇരുന്നോണ്ട് പ്രയോജനമൊന്നുമില്ല. വേറെ ഏതെങ്കിലും ജ്വല്ലറിയിലേക്ക് പോകാൻ നോക്കിയോ, അതാ നിനക്ക് നല്ലതെന്ന് പറയാം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇത്രയും പറഞ്ഞ് ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. അബി ഇങ്ങനെ അവിടെ കുറച്ചാൽ നിന്നു. ദൈവമേ, എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. എന്ത് ചെയ്യാനാന്ന് പറ. മനുഷ്യന് മൊത്തം പണിയാണല്ലോ കിട്ടുന്നത് എന്നൊരു ചിന്തയാണ് മനസ്സിലേക്ക് വരുന്നത്. ഈ സമയം നയനയെ വിളിച്ചോണ്ട് നവ്യ അങ്ങോട്ട് മാറിപ്പോവാണ്. അല്ല, എന്താ ചേച്ചി, എന്താ വിളിച്ചെന്ന് ചോദിക്കണം. നീ അറിഞ്ഞോ? ദേ, ആ അനാമയുടെ അച്ഛനും അമ്മയ്ക്കും നല്ല പണി കിട്ടിയെന്ന്. പണി കിട്ടിയെന്നോ? അതെ, ചെറിയ പണിയൊന്നുമല്ല, ഇച്ചിരി വലിയ പണി തന്നെ കിട്ടിയത്. ഇരുട്ടടി കിട്ടിയെന്ന്. ഇരുട്ടടിയോ? എന്റെ ഭഗവാനെ, അത് കൊടുത്താരെന്നറിയോ? നന്ദു കൊടുത്തേന്ന് പറയാണ്. എന്തൊക്കെ ചേച്ചി പറയണെന്ന് ചോദിക്കും. അതെ, നന്ദുവിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അവൾ പോയി കൊടുത്തെന്ന് പറയാണ്. എന്നാലും വേണ്ടിയിരുന്നില്ലേ ചേച്ചി? അവളെ വെറുതെ ചൂട് പിടിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതെ, എത്രയെന്ന് വെച്ചാൽ അവളും അനങ്ങായിരിക്കുന്നേ. അവളെ ഇതിനു മുമ്പ് ഉപദ്രവിക്കാൻ ശ്രമിച്ചല്ലേ, അവളെ കൊല്ലാൻ വരെ ശ്രമിച്ചല്ലേ. പിന്നെ
നിന്നെ തള്ളിയിട്ടൊക്കെ അല്ലേ, അതൊക്കെ അവൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമൊക്കെയാണോ? പിന്നെ അവള് വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നയനേന്ന് ചോദിക്കാം. എന്നാലും ഇല്ല. പാലിനകത്ത് വിഷം കലർത്തി എന്റെ കുഞ്ഞിനെ എന്നെ കൊല്ലാൻ നോക്കിയോളൂ അവള്. അപ്പൊ അവളുടെ അച്ഛനും അമ്മയ്ക്കും നല്ല പണി തന്നെ കിട്ടണം. എന്നിട്ടോ ഇപ്പൊ അവരെവിടെ, ഹോസ്പിറ്റലിൽ മറ്റാണോ? ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പോ കേസോ കൂട്ടങ്ങളാകുമോ? കേസാവണോ ആവട്ടെ, നമ്മൾ ഇതിന് ടെൻഷൻ അടിക്കുന്നേ. നമ്മൾ മറുകേസ് അങ്ങോട്ട് കൊടുക്കൂലേ? അങ്ങനെ കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ നമ്മൾ അവൾക്കെതിരായിട്ട് കൊണ്ടേ കേസ് കൊടുക്കും. പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, എനിക്കെന്തോ എന്നാലും ഒരു പേടിയുണ്ടെന്ന് പറയണേ. എന്തിന് പേടിക്കണം? ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവൾ ഇനിയിപ്പൊ തല പൊക്കാനായിട്ട് പോകുന്നില്ല. അവൾക്കൊട്ടുള്ള പണിയല്ലേ കിട്ടിയിരിക്കുന്നേ. ഇനിയിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്നെങ്കിലും പുറമെ കുറെ ചതവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. നന്ദു അല്ലേ ഇടിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നേ. നന്ദുവിന്റെ കൈക്കൊക്കെ എത്ര ബലമെന്ന് അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോ കുറച്ച് നാളത്തേക്ക് രണ്ടുപേരും അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോളൂ എന്ന് പറയാം. എന്നാലും നവ്യേച്ചി, എനിക്ക് എന്തോ ഒരു വിഷമം. എന്ത് വിഷമം? അനാമയ്ക്കിട്ടും കൂടെ കൊടുത്തില്ലോ എന്ന് കരുതിയിട്ടുള്ള വിഷമമായിരുന്നു എന്റെ മനസ്സെന്നറിയാം. ഇപ്പോഴും എനിക്കൊരു സമാധാനമായെന്നൊക്കെ നയനയോട് പറയാണ്. നയന പറഞ്ഞു, വേണ്ട കേട്ടോ, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പോണ്ട. നന്ദുവിന്റെ സ്വഭാവം അറിയാലോ. എന്തേലും കേട്ട ഉടനെ അവള് വെറുതെ ഇരിക്കില്ല. പ്രത്യേകിച്ച് നമ്മളെ ആരെയും എന്തേലും ചെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമില്ലെന്ന് പറയാം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ഇടയ്ക്ക് ഇങ്ങനെ അവൾക്കിട്ട് ഓരോന്ന് കിട്ടുന്നതൊക്കെ നല്ലതെന്ന് പറയാം. ഈ സമയം ആകെപ്പാടെ ചൂട് പിടിച്ച അവസ്ഥയില് അനാമിക രേവതിയുടെ വീണ്ടെടുത്തേക്ക് എല്ലുവാണ്. അപ്പൊ രണ്ടുപേരുടെ ദേഹത്തൊക്കെ നല്ല ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. അപ്പൊ നയന കമ്പനിയിലേക്ക് പോകുന്ന കാര്യമൊക്കെ ജാനകി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അനാമികയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലാത്ത. അവള് മൂർത്തി ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറാന്ന് പറഞ്ഞാൽ ഇതിൽ പരം എനിക്കൊന്നും കിട്ടാനില്ലെന്ന് പറയാണ്. എന്റെ ഭർത്താവിനുണ്ട് 2-3 കമ്പനിയുടെ മേൽനോട്ടം. പക്ഷെ ഒരു കാര്യമില്ല, എന്നെ ആ ജ്വല്ലറിയുടെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കില്ല എന്ന് പറയാ. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അതിന് കാരണക്കാര് നീയാ. അവനെ കയ്യിലെടുക്കണ്ടേ നീയാ. അതെങ്ങനെയാ? ഒരു ചെറിയ വഴക്കോ പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ ഈ വീട്ടിലേക്ക് ഓടി വരാനായിട്ടിരിക്കും. പിന്നെ എങ്ങനെയാ ശരിയാവുന്നേ? എടി തന്ത്രപൂർവ്വം അവനെ കയ്യിലെടുക്കണമെന്ന് പറയാം. അമ്മയ്ക്ക് ഇതൊക്കെ പറയാം. പിന്നെ ഇതേടെ വേണു പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? അവൾ ആ ജ്വല്ലറിയിലേക്കും കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു വയ്ക്കുക, ചിന്തിക്കാൻ പറ്റുന്നില്ല. അവളും അവളുടെ വീട്ടുകാരും അവളെല്ലാവരും നിൽക്കാൻ പഠിച്ചോളാം. ഓരോ തന്ത്രങ്ങളൊക്കെ പയറ്റി കയറി പോകുന്ന കണ്ടോ? നമ്മൾ എത്രമാത്രം അവളെ ചവിട്ടി താഴ്ത്തി ആ കുടുംബത്തിൽ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചു. അതിനനുസരിച്ച് അവൾ അങ്ങോട്ട് കയറി പോവല്ലേന്ന് ചോദിക്കാം. അത് ശരിയാച്ചാ, പക്ഷെ അവളുടെ ഉയർച്ച ഉണ്ടല്ലോ, ഇതൊരിക്കലും അനുവദിച്ചു കൂടാന്ന് പറയാം. എന്ത് ചെയ്യാൻ പോവാ? എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ള അമ്മയെന്ന് പറയാം. തൽക്കാലത്തേക്ക് ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം കാണുന്നില്ലെന്ന് പറയാം. അമ്മേ, ഇങ്ങനെയൊന്നും പറയരുത്. മിക്കവാറും അവളും കൂടെ ആ ജ്വല്ലറി കയറ്റി പറ്റിയ അവളുടെ അനിയത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ അറിയാലോ, പതൊക്കെ അവളുടെ അനിയത്തി അനന്തപുരിയിലേക്ക് ഞൂടുന്നു കയറും. ഞാൻ പിന്നെ ആ വീടിന് പുറത്തായിരിക്കും എന്ന് പറയാം അനാമിക. മോളെ, അവിടെയാ നിന്റെ കഴിവ് നീ തെളിയിക്കണ്ടേ. വീണ്ടും പറഞ്ഞ്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നീ ഇറങ്ങേണ്ട വരും ഉടനെ. നമ്മുടെ കടങ്ങളൊക്കെ എങ്ങനെ വീട്ടും നിനക്ക് വല്ല ബോധമുണ്ടോ? കടങ്ങളൊക്കെ വീട്ടാനുള്ള പൈസ കിട്ടണ്ടേ? ഒരു കാര്യം ചെയ്യാം, നീ എത്രയും പെട്ടെന്ന് പോയിട്ട് കിട്ടാവുന്നല്ല അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോരെ. ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഒരു മാർഗം കാണുന്നുള്ളൂ. അല്ലെങ്കിൽ നിനക്കൊരിക്കലും അവിടെ നിന്നൊന്നും കിട്ടുമെന്ന് തോന്നില്ല. ഇനിയിപ്പോ കൊടുത്തതില്ല പിടിച്ചില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. ഞാമി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കട്ടെ. ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അല്ലെങ്കിലും തന്റെ ഭർത്താവെന്ന് പറയുന്നത് തന്നോട് ഇരിറ്റ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. താനും ആ ജ്വല്ലറി നേരത്തെ കയറി പറ്റിയാനും. ആ സമയം രേവതി ആലോചിച്ചിട്ട്, അല്ല നിനക്ക് അതിന് വല്ല ഡിഗ്രിയും കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ മോളെ നീ ജ്വല്ലറിയിലേക്ക് പോണേന്ന് ചോദിക്കാം. പിന്നെ അതൊക്കെ അറിഞ്ഞിട്ടാണോ ആ നയന കയറിയെന്ന് ചോദിക്കണം. അതൊക്കെ ഉണ്ടായിട്ട് വേണു പറഞ്ഞു, അവൾക്ക് അതിന് ഡിസൈൻ ചെയ്യാൻ അറിയാലോ, അവൾക്ക് വരയ്ക്കാൻ അറിയാലോ, അതുകൊണ്ടല്ലേന്ന് ചോദിക്കുക. പിന്നെ അവളുടെ വര ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അനാമൻ നിന്ന് കഴിയുമ്പോഴത്തേന് രേവതി പറഞ്ഞു, ഈ ചായ കുടിക്കാൻ പറയണം. പിന്നെ മനുഷ്യനെ ചൂട് പിടിച്ചിരിക്കുമ്പോഴാ ചൂട് ചായയും കൂടെ ഒന്ന് പൊയ്ക്കുക അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാ. പിന്നീട് നയനെ ആദർശം കൂടെ കമ്പനിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുവാണ്. ആ സമയം മുത്തശ്ശി പറഞ്ഞു, കൊള്ളാം, നേരത്തെ എടുക്കേണ്ട തീരുമാനങ്ങളായിരുന്നു ഇരുന്ന് പറയണം. അപ്പൊ ദേവേനയും ജയനോട് നിൽക്കുന്നുണ്ട്. പിന്നീട് ദേവേനി പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ അങ്ങനെ അമ്മയെന്ന് പറയണം. നിനക്ക് ഇപ്പോഴെങ്കിലും തോന്നിയില്ല ദേവേനി ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട്. പിന്നീട് നയനെ എന്നിട്ട് മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കുക. പിന്നീട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, ദേ പലരും എന്നോട് ചോദിച്ചാ നിങ്ങളുടെ കമ്പനിയുടെ ഡിസൈനറെ കൊടുക്കുമെന്ന്, കാരണം എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് ഡിസൈൻ ചെയ്യുന്നതിന്. ഞാൻ അപ്പോഴേ പറഞ്ഞു, എൻ്റെ കമ്പനി ഡിസൈനർ അങ്ങനെ പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളല്ലെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇനിയിപ്പോൾ കൺപനിക്കിനി വെച്ചിട്ട് ഉയർച്ചയായിരിക്കും വരാൻ പോണേ എന്നൊക്കെ പറയാണ്. പിന്നീട് നയന ജയന്റെ കാലും തൊട്ട് വന്തി. ജയന്റെ കാലും മുത്തശ്ശന്റെ കാലൊക്കെ തൊട്ട് വന്ദിക്കുകയാണ്. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, ഇതിന്റെ കളവൊരുക്കിയത് ദേവേനെ അല്ലേന്ന് ചോദിക്കോ, ഒരു കാര്യം ചെയ്യാം, ദേവേനയുടെ അനുഗ്രഹം കൂടെ വാങ്ങിച്ചോളാൻ പറയാ. അങ്ങനെ നയന ചെന്ന് ദേവേനയുടെ കാലിലേക്ക് തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് അനുഗ്രഹിക്കണം അമ്മയെന്നൊക്കെ പറയാണ്. ഈ സമയത്ത് കൈയെടുത്ത് തലയിലേക്ക് വെച്ച് നയനയുടെ അനുഗ്രഹിക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദേവേനി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.